ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുക്കുവിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഗാഥയും കൂടെ ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വേണം കേട്ടോ പോവാൻ. അപ്പോൾ ഗാഥ വരുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ അവിടെ ഉള്ള ഒരു പാർലറിൽ കയറി എൻ്റെ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. എന്തോരാണ് ഞാനിവിടെ കാശ് പൊടിക്കേണ്ടി വരിക എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ടാണ്. ഇത്രയൊക്കെ റേറ്റ് ഉണ്ടാ എന്നുള്ളതൊക്കെ അവരെൻ്റെ മുഖം നോക്കിയിട്ട് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ആ ഫേഷ്യൽ വേണം, ഈ ഫേഷ്യൽ വേണം എന്നൊക്കെ പറയുമ്പോൾ ഓ മൈ ഗോഡ്, ഞാനിതൊക്കെ എങ്ങനെ താങ്ങും മല്ലയ്യ. പിന്നെ കല്യാണം ലൈഫിൽ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ ഒരുവിധം എന്നെ തന്നെ അങ്ങോട്ട് ആശ്വസിപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ ഒരു പാർലർ സർവീസ് പോലും എടുക്കാത്ത ഒരാളാണ്. വല്ലപ്പോഴും എൻ്റെ അമ്മായി മുടിവെട്ടി തന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് മുടിവെട്ടുന്നല്ലാതെ വേറെ ഒരു പാർലർ സർവീസ് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല കേട്ടോ. ഞാനാണ് ഇത്രയും എക്സ്പെൻസ് കൊടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ചങ്ക് തകരെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗാഥ വന്നപ്പോൾ ഞാൻ ബസ്സിൽ കയറി നമ്മുടെ കുക്കുവിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതാണല്ലോ നമ്മുടെ മാറ്റർ എന്നത്തെ. അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് ഇതന്നെ കേട്ടോ പറഞ്ഞ്, ത്രെഡിങ് പോലും ചെയ്യാത്ത ഞാനിതേ ഇത്രയും കാശ് കൊടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് ഓരോ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ ഗാഥ. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു വ്ളോഗ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ല കേട്ടോ, ഞങ്ങൾ കുറേ കാലം മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ അത് ഇവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണട്ടെ. ഇവർ മൂന്നുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ മൂന്നുപേരല്ല, ഇവർ രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര ഡീപ്പ് ഇമോഷൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുക്കുവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ തൽക്കാലം ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഈ ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ അജിത വിജയശേഷൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് അവൾ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായിരുന്നു ചടങ്ങ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയതെങ്കിലും ഫംഗ്ഷൻ്റെ മേജറായിട്ടുള്ള ഒരു വീഡിയോയും എടുത്തില്ല. സോ അവൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി അയച്ചെന്ന വീഡിയോ ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് സെറ്റ് ആക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ആരതിയെ കുഴിഞ്ഞ് അവൾ വീട്ടിനകത്തോട്ട് കയറി. ഇതെന്തൊക്കെ ഇവിടെ നടക്കണമെന്നുള്ള അന്താളിപ്പാട്ടോ. അവളുടെ കൊച്ചിൻ്റെ മുഖം കണ്ടില്ലേ, എന്തോരം പാവായിട്ടാണ് നിൽക്കണേ. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് ഈ കലാപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം, ഞങ്ങൾ തമ്മിലൊന്ന് ഒത്തുകൂടാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന് പോയതുകൊണ്ട് കുക്കിനോടും എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഗാഥയോട് അത്യാവശ്യം സംസാരിക്കാൻ പറ്റി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.